യേശുനാഥ വാവാ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവാ യേശുനാഥ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടമാണ് നമ്മുടെ ഹൃദയം. നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തിലേക്ക്, നമ്മുടെ ശരീരമാകുന്ന ആലയത്തിലേക്ക് കർത്താവിത എഴുന്നള്ളി വരുന്നു. എൻ്റെ ജീവൻ്റെ ജീവനും എൻ്റെ സർവസ്വവുമായ എൻ്റെ ദൈവം, എന്നെ സ്വന്തമാക്കിയ എൻ്റെ ഈശോ, എന്നെ കാണാൻ, എന്നോട് സംസാരിക്കാൻ, എൻ്റെ കൂടെ ആയിരിക്കാൻ ഇതാ തിരുവോസ്തിയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു. ഇരു കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച്, കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിന്നെ ഞാനിതാ സ്വീകരിക്കുന്നു എന്ന വലിയ സന്തോഷത്തോടുകൂടി നമുക്ക് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. വാവാ യേശുനാഥ വാവാ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവാ യേശുനാഥ വാവാ യേശുനാഥ വാവാ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവാ യേശുനാഥ. ഹൃദയങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം എൻ്റെ ഹൃദയത്തോളം എഴുന്നള്ളി വരുമ്പോൾ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ, എൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ജെറൂസലം ദേവാലയത്തിലേക്ക്, അവിടുത്തെ ആരാധനാ കേന്ദ്രമായിട്ടുള്ള ദേവാലയത്തിലേക്ക് കർത്താവ് എഴുന്നള്ളി വന്ന് അന്ന് കർത്താവ് കണ്ട കാഴ്ചയിൽ ആ ദേവാലയം അശുദ്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ചാട്ടവാറുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് അശുദ്ധമായതിനെ എല്ലാം പുറത്താക്കി അവൻ വീണ്ടും ദൈവത്തിൻ്റെ ആലയം അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട വാസസ്ഥലമായി വീണ്ടും പുനരുദ്ധരിക്കുകയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന് വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ, കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന എന്തെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഇന്ന് കുടിയിരിപ്പുണ്ടെങ്കിൽ അതിനെ മാറ്റി, ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ആലയമാക്കി തീർക്കണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടി, കർത്താവെ, ഞങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന വലിയ ആവേശത്തോടും സന്തോഷത്തോടും കൂടി പാട്ടുപാടി നമുക്ക് കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. വേണ്ട പോകരുതേ നാഥ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു ഭൂമണ്ഡപം. വാവാ യേശുനാഥ വേണ്ട പോകരുതേ നാഥ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു ഭൂമണ്ഡപം.
എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളെയും എൻ്റെ കുടുംബജീവിതത്തിലെ ശാന്തിയെയും സമാധാനത്തെയും നിനക്ക് തിരിച്ചു തരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ കരങ്ങൾ നീട്ടുകയാണ്. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ കരങ്ങൾ കൂപ്പി നിൽക്കുകയാണ്. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ ഹൃദയത്തിൽ നീ ഇനി രാജാവായി വാഴണമേ എന്ന വലിയ ആവേശത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നമുക്കൊരിക്കൽ കൂടി കർത്താവിനെ പാട്ടുപാടി നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്, സമാധാനമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ കർത്താവിനെ വിളിച്ച് നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് സന്തോഷത്തിൻ്റെ നല്ല നാളുകളിലേക്ക് തിരിച്ചു പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ആരാധനയോടുകൂടി നമുക്ക് കർത്താവിന് ഗാനം പാടി നമുക്ക് കർത്താവിനെ സ്വീകരിക്കാം. നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമൻ ജീവനും സ്നേഹവുമേ. യേശുനാഥ, നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമൻ ജീവനും സ്നേഹവുമേ. യേശുനാഥ, നമുക്കുറക്കെ വാവാ യേശുനാഥ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ഉറക്കെ നമുക്ക് രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഹൃദയം തേടിയിടും സ്നേഹമേ നീ, യേശുനാഥ, യേശുനാഥ, സ്നേഹനാഥ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, യേശുനാഥ, യേശുനാഥ, കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, എൻ്റെ ജീവിതങ്ങളെ തൊട്ടുണർത്തിയാൽ ഞാൻ ശാന്തനാകും. എൻ്റെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വിശുദ്ധി എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ശാന്തമായി കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കാം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് വഴി വിളക്കാകുന്ന വചനമാകുന്ന കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. ഓശാന ഞായറാഴ്ച കഴിഞ്ഞു വരുന്ന ആദ്യ ദിവസമായ ഇന്ന് കർത്താവ് ജെറൂസലം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനെ പോലെ കഴുതയുടെ പുറത്ത് ജെറൂസലം ദേവാലയത്തിലേക്ക് കടന്നു വന്ന കർത്താവ് ദേവാലയം തൻ്റെ വിശുദ്ധ സ്ഥലമാണെന്ന് അറിയാമായിരുന്ന കർത്താവ് ഒരു ജനത മുഴുവൻ വിശ്വാസത്തോടുകൂടി ദൈവത്തെ തേടുന്ന ഇടമാണ് ദേവാലയം എന്ന് മനസ്സിലാക്കി ഈശോ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത് തൻ്റെ ആലയം അശുദ്ധമാക്കി, ആ ആലയത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തി ഒരു കച്ചവട സ്ഥലം പോലെ മാറിയ ദൈവത്തിൻ്റെ ആലയത്തെ അവിടെ നിന്ന് വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ദേവാലയം ശുദ്ധമാവുകയാണ്. കർത്താവ് അവിടെ യോഗ്യമല്ലാത്തതെല്ലാം ആ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കി കർത്താവ് ശുദ്ധി വരുത്തുകയാണ്. ഓശാന ഞായറാഴ്ച കഴിഞ്ഞ് വിശുദ്ധ വാരത്തിലേക്ക് കടന്ന് നമുക്ക് ഇന്ന് കർത്താവിന് വസിക്കാൻ ഏറെ ആഗ്രഹമുള്ള, കർത്താവിന് വസിക്കാൻ ഏറെ ഇഷ്ടമുള്ള നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഇടവരട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട ആലയമാണ്.
ഈ ആലയത്തിലേക്ക്, ഈ വലിയ ആഴ്ച കർത്താവ് നമ്മുടെ സന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ ഭവനമായിട്ടുള്ള എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് ഇന്ന് കടന്നു വന്നാൽ, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ കണ്ട് കർത്താവ് എന്താണ് ചിന്തിക്കുക? നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് വാസസ്ഥലം ഒരുക്കുവാൻ യോഗ്യമല്ലാത്തത് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിനെ മാറ്റിക്കളഞ്ഞ് കർത്താവിൻ്റെ വിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഹൃദയം നിറയെ പരിശുദ്ധി നിറഞ്ഞും ഹൃദയം നിറയെ സന്തോഷം നിറഞ്ഞും ദൈവത്തെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടണം. ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി കർത്താവ് നമ്മളോടും പറയുന്നതാണ്, മകനെ, മകളെ, നിന്റെ ശരീരം എൻ്റെ വാസസ്ഥലമാണ്, നിന്റെ ഹൃദയം എനിക്ക് വസിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഇടമാണ്. അവിടെ വിശുദ്ധിക്ക് നിരക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചിന്തകളായിട്ടോ പ്രവൃത്തികളായിട്ടോ മറ്റുള്ളവരോടുള്ള മനോഭാവത്തിൻ്റെ വ്യതിരിക്തത കൊണ്ടോ നമ്മുടെ ഹൃദയം അശുദ്ധമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതങ്ങൾ അശുദ്ധമായിട്ടുണ്ടെങ്കിൽ, കർത്താവ് അതിനെ ചാട്ടവാറെടുത്ത് വിശുദ്ധീകരിക്കുന്നതിന് മുൻപേ, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തണമേ, വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. കർത്താവ് ഈ വിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ദേവാലയത്തിൽ നിന്ന് കർത്താവ് പിന്നീട് പോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഗെത്സേമനിയിലേക്കാണ്. നമ്മൾ ഇന്ന് ഗെത്സേമനിയെ കൂടി ധ്യാന വിഷയമാക്കുകയാണ്. ഗെത്സേമനി എന്നത് ഒരു വിലാപത്തിൻ്റെ, ഒരു വേദനയുടെ, ഹൃദയം നുറുങ്ങിയ ഒരു മനുഷ്യൻ്റെ വികാരങ്ങളെ മുഴുവൻ ദൈവം ഏറ്റെടുത്ത ഒരു സ്ഥലമാണ് ഗെത്സേമനി. ഹൃദയം നുറുങ്ങുന്നവർക്ക്, വേദനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചങ്കുപൊട്ടി കരയുന്നവർക്ക് ദൈവം തൻ്റെ ആശ്വസിപ്പിക്കുന്ന മാലാഖമാരെ നൽകി ഹൃദയത്തിലേക്ക് ആശ്വാസമാകാൻ, ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിയാനായിട്ട് ദൈവം ഒരുക്കുന്ന മാലാഖമാരുണ്ട്. അത് ഗെത്സേമനിയിലാണ്. അതുകൊണ്ട് ഹൃദയം പൗത്രീകരിക്കപ്പെട്ടവര്, ദൈവം കൂടെ വസിക്കുന്നവര് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തകർന്നു പോകുകയല്ല, മറിച്ച് കർത്താവിനെ പോലെ ഗെത്സേമനിയുടെ അനുഭവത്തിലേക്ക് കടന്നുപോയി ശാന്തമായിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന നിമഗ്നരായിരുന്ന് നമ്മോടുകൂടെ ആരില്ലെങ്കിലും ഇമ്മാനുവേൽ എന്ന് പറയുന്ന ദൈവം ഗെത്സേമനിയുടെ താഴ്വരകളിൽ എനിക്ക് വേണ്ടി സംരക്ഷണമൊരുക്കി, എൻ്റെ പദ്ധതികളെ ക്രമപ്പെടുത്തി അവിടുന്ന് എന്നോടുകൂടെ ഉണ്ട് എന്ന് നമ്മുടെ മുമ്പിൽ ഉറപ്പു തരികയാണ് ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ. ഇന്ന് കർത്താവിൻ്റെ സന്നിധി നമ്മൾ ഇന്ന് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള വേദനയുടെ നിമിഷങ്ങളെ, നമ്മളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയ നിമിഷങ്ങളെ, ഹൃദയം നുറുങ്ങി നമ്മൾ കരഞ്ഞിട്ടുള്ള നിമിഷങ്ങളിൽ, നമുക്ക് ആരുമില്ല എന്ന് തോന്നിയിട്ടുള്ള സമയങ്ങളുണ്ടായപ്പോൾ, മരിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ കർത്താവിനോടുകൂടെ ഗെത്സേമനിയിലായിരുന്നു എന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസത്തിൻ്റെ വലിയ കൃപ നമുക്ക് തരണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ സമയവും വേദന അനുഭവിക്കുന്നവരോട് കൂടെ കർത്താവുണ്ട്. കർത്താവിൻ്റെ സാമീപ്യം അനുഭവിക്കുന്നവർക്ക് എത്ര വേദനകൾ ഉണ്ടായാലും, എത്രമാത്രം ഹൃദയം തകർന്നു പോയാലും, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായാലും കർത്താവിൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ നമ്മോടുകൂടെ വസിക്കുന്നു എന്നർത്ഥം. ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന ദേവാലയത്തിൻ്റെ ചൈതന്യവും ദേവാലയത്തിൻ്റെ വിശുദ്ധിയും നമ്മുടെ ഹൃദയങ്ങൾക്കുണ്ടാവാൻ നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം മുഴുവൻ ആരാധനയുടെ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈ ദിവസം മുഴുവൻ മൗനത്തിലൂടെ കടന്നു പോകുമ്പോൾ, മൗനം പലപ്പോഴും ശക്തിയാണെന്ന് മനസ്സിലാക്കാൻ നമുക്കാവട്ടെ. ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ എന്തോ സംഭവിച്ചു എന്ന പോലെ ഓടി നടന്ന് ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാനല്ല, മറിച്ച് ഈ വേദനകളുടെ നടുക്ക് അല്പസമയം ശാന്തമായിരുന്നാൽ ദൈവം നിന്റെ കൂടെ വന്ന് നിന്നെ ശാന്തമാക്കുന്ന മാലാഖയുടെ സാന്നിധ്യത്തിൽ നിനക്ക് ആശ്വാസം പകർന്ന് ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് നിനക്ക് വേർപ്പെടുത്തി തരാൻ കഴിയുമെന്ന വലിയ വിശ്വാസം നമുക്കുണ്ടാവട്ടെ. ബുദ്ധ സന്യാസിയുടെ കൂടെ യാത്രയ്ക്ക് പോയ ആനന്ദൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. രണ്ടുപേരും കൂടി നടക്കാനിറങ്ങിയപ്പോൾ ഒരു പുഴ കടന്നു പോവുകയാണ് രണ്ടുപേരും. കുറച്ചു കഴിഞ്ഞപ്പോൾ കാണുന്നു അവർക്കെതിരെ ഈ പുഴയിലൂടെ
2 കാളവണ്ടികൾ കടന്നുപോയി. പുഴ മുഴുവൻ അശുദ്ധമായി, പുഴ മുഴുവൻ മലിനമായി. 2 പേരും പുഴ കടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആനന്ദൻ ബുദ്ധനോട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് കുടിക്കാൻ വെള്ളം തരണം. ആനന്ദൻ പുഴയിലേക്ക് ഓടി ചെല്ലുമ്പോൾ കാണുന്നത് പുഴ മുഴുവൻ കലങ്ങിക്കിടക്കുകയാണ്. കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം തിരിച്ചു വന്നിട്ട് ബുദ്ധനോട് പറഞ്ഞു, വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചു കൊള്ളുക, കാരണം പുഴ മുഴുവൻ കലങ്ങിക്കിടക്കുകയാണ്. ബുദ്ധൻ ആനന്ദനെ അരികിൽ വിളിച്ച് ശാന്തമായി ഇരുത്തിയതിന് ശേഷം പറഞ്ഞു, ആനന്ദ, നീ വെള്ളമെടുക്കാൻ പോയത് എവിടേക്കാണ്? നീ വെള്ളമെടുക്കാൻ പോയത് പുഴയിലേക്കാണ്. പുഴയിലേക്കാണെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് അല്പസമയം ആ പുഴയുടെ തീരത്ത് ഇരിക്കാമായിരുന്നില്ലേ? നീ അല്പസമയം ആ പുഴയുടെ തീരത്ത് ഇരുന്നുവെങ്കിൽ ആ പുഴ സാവകാശം തെളിയുമായിരുന്നു. നമ്മളോട് ഈശോ പറയുന്നതാണ്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിനക്ക് നിന്റെ ഹൃദയം മലിനമായി എന്ന് തോന്നുമോ, നിന്റെ ഹൃദയത്തിൽ വേദന നിറയുന്നു എന്ന് തോന്നുമ്പോൾ അല്പസമയം പുഴയുടെ തീരത്തിരുന്ന ആനന്ദനെ പോലെ നമുക്കും ഇരിക്കാൻ സാധിക്കട്ടെ. കർത്താവിൻ്റെ കൂടെ ഗത്സമനിയിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ താനെ തെളിയും. അവിടെ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ്, പുഴയാണെങ്കിൽ തെളിയും, മാനമാണെങ്കിലും തെളിയും, മനമാണെങ്കിലും തെളിയും. നമ്മുടെ മനമൊക്കെ കലങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഈശോവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഇരിക്കാനാവട്ടെ. ഈശോ ഗത്സമനിയിൽ ഇരുന്നതുപോലെ നമുക്കും ഈശോയുടെ സാന്നിധ്യം നമുക്കായിരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധമാക്കി കർത്താവിനെ സ്വീകരിക്കാൻ ഏറ്റവും സ്വീകാര്യമായ ഇടമായ നമ്മുടെ ഹൃദയത്തെ പവിത്രമാക്കി ദുശ്ചിന്തകളെയും മലിനമാക്കപ്പെട്ട ചിന്തകളെയും ഒക്കെ അകറ്റി പാപകരമായ ജീവിതത്തിൽ നിന്നകന്ന് കർത്താവിൻ്റെ കൂടെ നമുക്ക് ഗത്സമനിയിൽ ദിവ്യ കാരുണ്യത്തോടൊപ്പം നമുക്കും ഇരിക്കാം. നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആരാധനയുടെ സമയങ്ങളിൽ ദൈവം നമുക്ക് സമീപസ്ഥനാണ്. എൻ്റെ കൂടെ വസിക്കുന്ന ദൈവം എൻ്റെ കൂടെ എന്നും എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നവനാണ്. ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവന് എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് തീർക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ഈ സമയം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാം. ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മുടെ 2 കണ്ണുകളെയും ഉയർത്തി നമുക്ക് ശാന്തമായിട്ടിരിക്കാം. കർത്താവ് നമ്മെ നോക്കുകയാണ്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുകയാണ്. എനിക്ക് വസിക്കാൻ, എൻ്റെ വാസഗേഹം ഒരുക്കാൻ നിന്റെ ഹൃദയം എനിക്ക് മതി എന്ന വലിയ സ്നേഹത്തോടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ നമുക്കൊരു പ്രാർത്ഥനയുണ്ടാവട്ടെ. കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് നൽകണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ നഷ്ടപ്പെട്ടുപോയ വിശുദ്ധി എനിക്ക് തിരിച്ചു തരണമേ. ഈ വലിയ ആഴ്ച മുഴുവൻ ഏറെ വലിയ വിശുദ്ധിയോടെ ഹൃദയത്തെ നിർമ്മലമാക്കി പാപത്തിൽ നിന്ന് അകന്ന് വലിയ സ്നേഹത്തോടെ നിന്നെ സ്വീകരിക്കാനുള്ള വലിയ ആവേശത്തോടെ ഈ ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ട നന്മകളെ മുഴുവൻ നിറച്ച് എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ ശരീരത്തെ നിർമ്മലമാക്കണമേ, എൻ്റെ ഹൃദയത്തെ പവിത്രീകരിക്കണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് നിർമ്മലമായൊരു ഹൃദയം ഞങ്ങളിൽ സൃഷ്ടിക്കണമേ. എൻ്റെ ഹൃദയത്തെ നിർമ്മലമാക്കാതെ നിർമ്മലമല്ലാതാക്കുന്ന നിമിഷങ്ങളെ മാറ്റി ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി തൂവെണ്ണ നിറമുള്ള എൻ്റെ ഹൃദയത്തിന്റെ വിശുദ്ധി എനിക്ക് തിരിച്ചു തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരുന്ന് നിർമ്മലമായൊരു ഹൃദയം, കർത്താവെ നീ മനസ്സാകുന്നുവെങ്കിൽ എനിക്കത് തിരിച്ചു തരാൻ കഴിയുമെന്ന് നമുക്ക് ഉറക്കെ പ്രാർത്ഥിക്കാം. വിശുദ്ധനായ ചാവറയച്ചൻ പറഞ്ഞു, മാമോദീസായിൽ കിട്ടിയ വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ല എന്ന ആ വിശുദ്ധന്റെ വലിയ ആവേശത്തോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ച മാമോദീസായുടെ സമയത്ത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയായിട്ടുള്ള വെള്ളവസ്ത്രത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടാതെ ഇനി അഥവാ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിശുദ്ധി ഞങ്ങൾക്ക് തിരിച്ചു തരണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് നിർമ്മലമായ ഹൃദയം കർത്താവെ എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് കരഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപേക്ഷിക്കാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ.
തീർത്തരുൾകന്നിൽ ദേവാ. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെ, നീ ഒരിക്കലും എന്നെ വിട്ടുപോകരുതേ. എന്റെ ജീവിതത്തിൽ നീ താങ്ങും തണലുമായി എന്നും എന്റെ കൂടെ ഉണ്ടാകണമേ. എന്റെ കുഞ്ഞു കരങ്ങളെ പിടിച്ച് നീ എനിക്ക് മുൻപേ നടക്കണമേ. എന്റെ ഹൃദയത്തിന്റെ ജീവിതത്തിന്റെ മുകളിലേക്ക് നീ കരങ്ങൾ നീട്ടി എപ്പോഴും എന്നെ അനുഗ്രഹിക്കണമേ. നിന്റെ വിശുദ്ധിയുടെ വെള്ളവസ്ത്രത്തിന്റെ വിശുദ്ധിയാൽ എന്നെയും നീ വിശുദ്ധമാക്കി തീർക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും ഈശോയുടെ സന്നിധിയിൽ പാടി പ്രാർത്ഥിക്കാം. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ, പരിപാവനനേ എന്നിൽ നിന്നും തിരികെയെടുക്കരുതൻ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നീ എൻ്റെ ഹൃദയത്തിൽ വാസിക്കാനായിട്ട്, നീ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ സമാധാനം ആശ്വസിക്കാനായി നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും പലപ്പോഴും എൻ്റെ പാപങ്ങളുടെ ഭാരം നിമിത്തം, എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ കുറവ് നിമിത്തം നിനക്കെൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കാൻ പോകാതെ പറ്റാതെ പോയിട്ടുള്ള സമയങ്ങളുണ്ടായിട്ടുണ്ട് കർത്താവേ. ആ സമയങ്ങളിലെല്ലാം ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ആ വിശുദ്ധി നീ എനിക്ക് തിരിച്ചു തരണമേ കർത്താവേ. നീ മനസ്സാകുന്നുവെങ്കിൽ, നീ ഒന്ന് സമ്മതം മൂളിയാൽ, നീ ഒന്ന് കരമുയർത്തി ആശ്വസിപ്പിച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ അറിയുന്നു കർത്താവേ. എൻ്റെ ജീവിതത്തിലേക്ക് വിശുദ്ധിയുടെ പരിമളമായി, എൻ്റെ ജീവിതത്തിലേക്ക് വിശുദ്ധിയുടെ നീർച്ചാലായി കർത്താവേ ഒരിക്കൽ കൂടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി നമുക്ക് നിർമ്മലമായ ഹൃദയം ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് തരണമേ എന്ന വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് ഏറ്റുപാടാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. കർത്താവായ ഈശോയെ, നിർമ്മലമാക്കപ്പെട്ട ഹൃദയത്തോടുകൂടി ഞാൻ ജീവിക്കാൻ ആരംഭിച്ച സമയങ്ങളിൽ പോലും എൻ്റെ ജീവിതത്തിലേക്ക് നിരാശയായും വേദനിപ്പിക്കുന്ന അനുഭവമായും പലപ്പോഴും ഞാൻ തളർന്നു പോയിട്ടുണ്ട് കർത്താവേ. കർത്താവേ, നീ ഒന്ന് മനസ്സായാൽ ഞാനിതാ നിന്നോട് കൂടെ ഗെത്സേമനിയിലായിരിക്കുകയാണ്. എൻ്റെ മനം നിറഞ്ഞ്, മനം മുറിഞ്ഞ്, മിഴി നിറഞ്ഞ് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഈ പ്രാർത്ഥനയുടെ സമയം, കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധന അർപ്പിക്കുന്ന ഈ സമയം, നിന്റെ രണ്ട് കരങ്ങളും നീട്ടി നീ എന്നെ ആശീർവദിക്കണമേ. ഈ ആരാധനയുടെ സമയം എൻ്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തുവാൻ, എൻ്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുവാൻ നിന്റെ സാന്നിധ്യത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. എൻ്റെ മുറിവേറ്റ ഹൃദയത്തെ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളെ ധൈര്യപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. വീഴി നിറഞ്ഞു മനം മുറിഞ്ഞു തളർന്നു വീണു ഞാൻ, ഇരുളുമോടും വഴികളേറെ കടന്നു പോകണം. ആരുമില്ല കാവലായി കാത്തുകൊള്ളുക നീ, കാത്തുകൊള്ളുക
ഈശോയേ 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 ആരുമില്ല കാവലായി കാത്തുകൊള്ളുക നീ